അതിഥി വിശേഷത്തിലേക്ക് കൂടി കടക്കുകയാണ് അല്ലെ. ഇന്നൊരു വളരെ വ്യത്യസ്തമാർന്ന ഒരു ആശയം അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ ഒരു വ്യക്തിത്വമാണ് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത്. ഒരു മിടുമിടുക്കിയാണ്. നന്ദ പവൻകുമാറാണ് നമുക്കൊപ്പം ഇന്ന് അതിഥിയായി ചേരുന്നത്. നന്ദ, മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നന്ദ. ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. നന്ദയെ കുറിച്ച് പറയുമ്പോൾ ആരും ആലോചിക്കാത്ത ആശയം എന്നതിനപ്പുറം സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നുകൂടി ആർജിച്ചെടുത്ത ആത്മവിശ്വാസത്തിന്റെ അല്ലെങ്കിൽ അത്തരത്തിൽ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിച്ചെടുത്ത ഒരു ആശയം ഇപ്പോൾ രംഗത്തേക്ക് വെച്ച് ശ്രദ്ധേയായ ഒരു വ്യക്തിയാണ്. എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, സ്തനാർബുദം സ്ത്രീകളിൽ എത്രത്തോളം പടരുന്നുണ്ട്, ഇപ്പോൾ അത് വർദ്ധിച്ചു വരുന്നുണ്ട് അവരുടെ നിരക്ക് എന്നുള്ളത്. എത്രത്തോളം ബുദ്ധിമുട്ടുകളാണ് ഈ രോഗത്തിന് വിധേയരായി കഴിഞ്ഞാൽ സ്ത്രീകൾ അനുഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. അവരുടെ ആത്മവിശ്വാസത്തെ തന്നെ മാനസികമായി തകർക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അവർ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന അല്ലെങ്കിൽ ജീവിച്ച രീതിയിൽ നിന്നൊക്കെ വസ്ത്രധാരണത്തിൽ പോലും മാറി ചിന്തിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് പിന്നീട് അവർ എത്തിച്ചേരുന്നത്. ശാരീരികമായി ഉണ്ടാകുന്ന വെല്ലുവിളികളുണ്ട്, അതിൽ ബുദ്ധിമുട്ടുണ്ട്, മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. അവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ പിന്നീട് ഉപയോഗിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിക്കൊടുക്കാം എന്നുള്ള ഒരു ആശയവുമായിട്ടാണ് അവർക്ക് വേണ്ടി പുതുതായി ഡിസൈൻ ചെയ്ത ഒരു ഡിസൈൻ അവതരിപ്പിച്ചിരിക്കുകയായിരുന്നു നന്ദ പവൻകുമാർ. എന്തായാലും നമ്മൾ കൂടുതൽ പറയുന്നതിനേക്കാൾ നന്ദ തന്നെ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നതായിരിക്കും നല്ലത്, അല്ലേ നന്ദ? എങ്ങനെയാണ് നന്ദ ഈ ഒരു ആശയത്തിലേക്ക് എത്തിയത്? ഈ ഒരു ഡിസൈനിന്റെ പ്രത്യേകത അതെന്താണ്? ആദ്യം തന്നെ തുടങ്ങുന്നതിന് മുന്നേ ന്യൂസ് 18നോട് എന്നെ നന്ദി അറിയിക്കുകയാണ് ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. അതിനോടൊപ്പം തന്നെ ദൈവത്തിനോടും എന്റെ പേരൻസിനോടും സിബ്ലിങ്സ്, അമ്മമ്മ, ഫ്രണ്ട്സ് ആൻഡ് എന്റെ എല്ലാ ടീച്ചേഴ്സിനോടും നന്ദി പറയാണ്. ഞാൻ ആക്ച്വലി ഒരു ബാച്ചുലർ ഓഫ് ഡിസൈൻ ഡിഗ്രി ഗ്രാജുവേറ്റ് ആണ്. കോളേജ് ഓഫ് ആർക്കിടെക്ചർ ട്രിവാൻഡ്രത്ത് നിന്നാണ് ഗ്രാജുവേറ്റ് ആയത്, കാറ്റ് കോളേജിൽ നിന്ന്. അപ്പോ കോളേജിന്റെ ഫൈനൽ ഇയർ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട്, അതായത് തീസീസിന്റെ ഭാഗമായിട്ട് നമുക്കൊരു പ്രോജക്റ്റ് ചെയ്യണമായിരുന്നു. അപ്പൊ തീസീസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടോപ്പിക് ചൂസ് ചെയ്തത്. വൈ? ബിക്കോസ് എനിക്ക് പേഴ്സണലി ഭയങ്കര കണക്ഷൻ തോന്നിയ ഒരു ടോപ്പിക്കാണ്. കാര്യം എന്റെ അമ്മ ഒരു ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. അപ്പോ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അമ്മ അനുഭവിച്ച ഡിഫിക്കൽട്ടീസ് ഒക്കെ. അപ്പൊ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി ആയിരുന്നു ഡ്രസ്സിങ്ങിൽ വന്ന ചാലഞ്ചസ് ഒക്കെ. അപ്പോ അമ്മ ശിവഗിരി, വർക്കല ശിവഗിരി സ്കൂളിലെ ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് ടീച്ചർ ആയിരുന്നു. അപ്പൊ ആ സമയത്തായിരുന്നു അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നത്. അപ്പോ അമ്മ സ്ഥിരമായിട്ട് ധരിച്ചിരുന്ന ഡ്രസ്സിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ്സ് ധരിക്കേണ്ടി വന്നിരുന്നു. കാര്യം കംഫർട്ട് നോക്കുമ്പോൾ തന്നെ അമ്മ യൂഷ്വലി എടുത്തിരുന്നത് സാരി അല്ലെങ്കിൽ ചുരിദാറൊക്കെ ആയിരുന്നു. പക്ഷെ അത് ആ സമയത്ത് ഇടുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അമ്മയുടെ സ്റ്റൈലിൽ നിന്ന് മാറിയ ഡ്രസ്സസ് അമ്മയ്ക്ക് ഇടേണ്ടി വന്നിരുന്നു. അപ്പൊ എനിക്കത് മനസ്സിലായി അതത്ര കംഫർട്ടബിൾ അല്ല, അവരുടെ സെൽഫ് എസ്റ്റീമിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇത് അമ്മയുടെ മാത്രം ബുദ്ധിമുട്ടാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഈ ടോപ്പിക് എടുത്തത്. എനിക്കറിയാം കുറെ ഡിഫിക്കൽട്ടീസ് ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസിന് ഉണ്ട് എന്ന്. അപ്പൊ എത്രത്തോളം റെലവെന്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ടോപ്പിക് ചൂസ് ചെയ്തത്. അപ്പോ ഞാൻ അൺഫോർച്ചുനേറ്റ്ലി അമ്മയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയില്ല. 2018 അമ്മ മരണപ്പെട്ടു. അപ്പൊ എനിക്കത് കുറച്ചും കൂടി കണക്ഷൻ തോന്നിയ ഒരു ടോപ്പിക്കാണ്. ബിക്കോസ് സംഹൗ ഒരു സൊല്യൂഷൻ കൊണ്ടുവരണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോ ടോപ്പിക് എടുത്തതിന് ശേഷം ഞാൻ അന്വേഷിച്ചു, ലൈക് ഡേറ്റ ഒക്കെ, റിസർച്ച് പേപ്പർ ഒക്കെ സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായി ആൾക്കാർക്ക് ആക്ച്വലി ഇങ്ങനത്തെ കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ എത്രത്തോളം റെലവെന്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു അറൌണ്ട് 20 ക്യാൻസർ പേഷ്യൻസിനെയും സർവൈവേഴ്സിനെയും ഒക്കെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായത് അമ്മയുടെ മാത്രം ഡിഫിക്കൽട്ടി അല്ല, കുറെ പേര് ഈ സൊസൈറ്റിയിൽ ഇത് നേരിടുന്നുണ്ട്, അവർക്കിതൊരു പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ സംഹൗ ഐ വാണ്ടഡ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഇതിന് വേണ്ടി. ഇതായിരുന്നു മെയിൻ റീസൺ എടുക്കാനായിട്ട്. നന്ദ, ആദ്യം തന്നെ വലിയൊരു അപ്രിസിയേഷൻ ഞങ്ങൾ നേരുകയാണ്. വലിയൊരു കയ്യടി അർഹിക്കുന്ന കാര്യം തന്നെയാണ് എന്തായാലും നന്ദ. ഈ നന്ദ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കൈകൾ ഉയർത്താതെ തന്നെ ഇടാൻ കഴിയുന്ന കുർത്തകളുണ്ട്, ബ്ലൗസുകളുണ്ട്, നൈറ്റികളുണ്ട്. യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാം. സ്ത്രീകൾക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ എന്ന് വെച്ചാൽ നമ്മളിപ്പം എന്താണ് ഇപ്പൊ ഒരു സാരി ചൂസ് ചെയ്യുകയാണെങ്കിൽ, അത് ടീച്ചർ നന്ദയുടെ അമ്മ ടീച്ചർ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അമ്മ കൂടുതലും സാരി ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ ഇപ്പം നമ്മുടെ ഏജിലുള്ള ഒരു പെട്ടെന്ന് ഒരു ആവശ്യത്തിന് വരുമ്പോൾ കുർത്ത അല്ലെങ്കിൽ ചുരിദാർ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ പ്രിഫർ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള എല്ലാ കോസ്റ്റ്യൂംസിലും നന്ദയുടേതായ ഒരു എന്താണ് ഒരു മാറ്റം കൊണ്ട് ഒരു ഇന്നോവേഷൻ നടത്തിയിട്ടുണ്ട്. അത്
ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ഒരു സമയത്ത് വളരെ എളുപ്പത്തിൽ ഈ വസ്ത്രങ്ങൾ ധരിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. എനിക്ക് തോന്നുന്നു നന്ദ, ഈ അണ്ടർസ്കേർട്ട് ഒക്കെ ഫിറ്റ് ചെയ്ത് വരുന്ന സാരികൾ അല്ലേ, അങ്ങനെയല്ലേ അത് ഡിസൈൻ ചെയ്തേക്കുന്നത്? അതെ, മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്ന ഡ്രസ് എന്ന് പറഞ്ഞാൽ സാരി, കുർത്തി, നൈറ്റി, ഇത് മൂന്നുമാണ്. കാര്യം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണ് ഞാനിത് ഫോക്കസ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ എടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ അഡാപ്റ്റീവ് അപ്പാരൽ ഫോർ ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസ് എന്നുള്ളതാണ്. അപ്പോ അത് അഡാപ്റ്റീവ് അപ്പാരൽ എന്ന് പറഞ്ഞ കാറ്റഗറി ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ, അതായത് ഒരു സാരി, കുർത്തി, നൈറ്റി അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്ലോത്തിങ് ഇല്ല. അങ്ങനെ അഡാപ്റ്റീവ് അപ്പാരൽ ബേസിക്കലി എന്ന് വെച്ചാൽ അവർക്കുള്ള ഒരു ഡിഫിക്കൽട്ടീനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്ലോത്തിങ് എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ കറന്റ്ലി മാർക്കറ്റിലുള്ളത് കുറച്ച് വെസ്റ്റേൺ സ്റ്റൈലിലുള്ളതായിരിക്കാം. മേ ബി ഒരു ടീഷർട്ടോ ഷർട്ടോ ഒക്കെ ആയിരിക്കാം. അത് മാത്രമല്ല, അത് കാണുമ്പോൾ ഒറ്റ നോട്ടത്തുനിന്ന് നമുക്ക് മനസ്സിലാവും ഇത് കുറച്ച് വേറിട്ട് നിൽക്കുന്ന ടൈപ്പ് ഓഫ് ക്ലോത്തിങ് ആണെന്ന്. അപ്പൊ അത് അവരെ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു ടൈപ്പ് ഓഫ് ക്ലോത്തിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് മാത്രമല്ല, അത് വളരെ കോസ്റ്റ്ലിയും ആണ്. അപ്പം എന്റെ ഒരു ഡിസൈനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മാക്സിമം ആൾക്കാർക്ക് അത് ഈസിലി ആക്സസിബിളും അഫോർഡബിളും ആക്കാന്നുള്ളതാണ്. അതേപോലെ സൊസൈറ്റിയിൽ ഒരു ഇൻക്ലൂസീവ് ഫീലിംഗ് വരുത്തണം എന്നുള്ളൊരു ഇതും കൂടിയായിരുന്നു. അപ്പോൾ കുറെ കൺസിഡറേഷൻസ് ഉണ്ടായിരുന്നു. ഇത് മെയിൻ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഇന്റർവ്യൂ ചെയ്യാൻ നിന്ന് 20ഓളം പേഷ്യൻസും സർവൈവേഴ്സും ഉണ്ടായിരുന്നു. അവരോട് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. കാര്യം അവർ കാരണമാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവരെല്ലാരും കോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും പറ്റിയത്. അതോടൊപ്പം തന്നെ RCCയിൽ ഞാൻ പോയിരുന്നു. അവിടുത്തെ ഡോക്ടർ മാളു റാഫി വളരെ അധികം സഹായിച്ചിരുന്നു. ഞാൻ ഡോക്ടറിന്റെ ഒപ്പീനിയൻ ചോദിച്ചിരുന്നു, എന്തൊക്കെയായിരിക്കാം അവർക്ക് വരുന്ന ഡിഫിക്കൽട്ടീസ്, അല്ലെങ്കിൽ എന്തൊക്കെ കൺസിഡറേഷൻ ആണ് കൊണ്ടുവരേണ്ടത്. അപ്പൊ മെയിൻ ആയിട്ട് അവർ പറയുന്നത് കോട്ടൺ ക്ലോത്ത്സ് ആണ് പ്രിഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ആണ് ഞാൻ ചെയ്തത്. അപ്പം ഈ പ്രോജക്റ്റിൽ എന്നെ ത്രൂ ഔട്ട് ഹെൽപ്പ് ചെയ്തത് എന്റെ കോളേജിലെ സാറാണ്. എന്റെ മെന്റർ ആയിരുന്നു ഡോക്ടർ ചൈതന്യ സോളങ്കി സാറ്. മധ്യപ്രദേശുകാരനാണ്. കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുക. അപ്പം ഞാൻ കുറെ ഭാഗത്ത് സ്റ്റക്കായി നിന്ന സമയമുണ്ട്. പക്ഷെ സാറാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തതും ഇത്രയും ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്തത്. അപ്പൊ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ എല്ലാവരോടും. ഇങ്ങനെ ഒരു സൊല്യൂഷൻ വന്നത് കാരണം ആൾക്കാർക്ക് വളരെ ഹെൽപ്ഫുൾ ആണെന്നും മനസ്സിലാക്കാൻ അറിഞ്ഞു. കാര്യം ഇത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു ഡിസൈൻ ഡെവലപ്പ് ചെയ്തപ്പം ഈ ക്യാൻസർ സർവൈവേഴ്സും പേഷ്യൻസും ആയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പൊ ഫസ്റ്റ് റൗണ്ട് ഓഫ് ടെസ്റ്റിംഗിൽ മനസ്സിലായി കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് രണ്ടാമത്തെ ടെസ്റ്റിംഗിൽ മാറ്റിയിട്ട് വീണ്ടും കൊടുത്തപ്പോ അവർക്ക് അത് കംഫർട്ടബിൾ ആയിട്ട് തോന്നി. അങ്ങനെയാണ് അത് ഫൈനൽ ഡിസൈൻ ആക്കിയത്. അപ്പം എല്ലാവർക്കും അത് വളരെ ഹെൽപ്ഫുൾ ആണ് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. കാര്യം അറ്റ്ലീസ്റ്റ് സംബഡി ഈസ് ഫൈൻഡിങ് ഒരു ഒരു ഹോപ്പ് ഉണ്ട്. കാര്യം അവർക്ക് അവരുടെ സ്റ്റൈലിൽ നിന്ന് വ്യത്യാസം വരില്ല. ഓൾസോ സൊസൈറ്റിയിൽ ഒരു ഇൻക്ലൂസീവ് ഫീൽ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഡിസൈൻ ചെയ്ത ഡ്രസ്സ് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ വേറിട്ട ഡ്രസ്സായിട്ട് തോന്നില്ല. ഒരു സാരി അല്ലെങ്കിൽ ഒരു നൈറ്റി കുർത്തിയൊക്കെ ഇട്ടിരിക്കുന്ന പോലെ തോന്നുള്ളൂ. ബട്ട് അത് ഇടുന്ന രീതിയിലാണ് വ്യത്യസ്തമായിട്ടുള്ളത്. അധികം ഡിഫിക്കൽട്ടി ഇല്ലാണ്ട് അവർക്ക് ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നന്ദ, ഒരു കാര്യം കൂടി ചോദിക്കോട്ടെ. ഇപ്പോ ഒരു സ്റ്റഡീസിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ തിസീസിന്റെ അല്ലെങ്കിൽ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് നന്ദ ഇങ്ങനെ ഒരു കൺസെപ്റ്റിൽ എത്തിയത്. അപ്പൊ ഇതിങ്ങനെ മാർക്കറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയതല്ല, ഇപ്പൊ ഒരു വലിയ ഗ്രോയിങ് സ്റ്റേജിലാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു രീതിയിൽ ഒരു ബ്രാൻഡിങ് എന്ന ഒരു ഐഡിയ എപ്പോഴാണ് ഉണ്ടായത്? ബ്രാൻഡിങ് ആക്ച്വലി നമ്മൾ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മളതൊരു ബ്രാൻഡ് പോലെ ചെയ്യണം. ബ്രാൻഡിങ് ഒക്കെ ഡിസൈൻ ഇതിൽ തന്നെ വരുന്നതായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്ത ഒരു ബ്രാൻഡ് നെയിമാണ് സുഖി എന്നുള്ളത്. അപ്പൊ ഞാൻ സുഖി എന്ന ബ്രാൻഡ് നെയിമാണ് ഇതിന് ഇട്ടിട്ടുള്ളത്. റീസൺ എന്താ വെച്ചാല് എനിക്ക് കംഫർട്ട് ഒരു മെയിൻ ഫാക്ടറാണ്. അപ്പൊ സുഖി എന്നുള്ളൊരു ഇത് കംഫർട്ടായിട്ടും ഫീൽ ചെയ്യണം. അതേപോലെ തന്നെ എന്റെ അമ്മയുടെ പേര് സിന്ധു എന്നാണ്. അപ്പം അതുമായിട്ടൊരു കണക്ഷൻ വരണം എന്ന് തോന്നിയിട്ടാണ് സുഖിയുടെ ആക്ച്വൽ മീനിങ് ബിലവഡ് എന്നാണ് ജാപ്പനീസ് ഒരു ഇതില്. ഓൾസോ സുഖം എന്നുള്ള ഒരു ഫീലിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ ബ്രാൻഡ് നെയിം ഇട്ടത്. അതോടൊപ്പം ഇപ്പൊ ഞാൻ അത് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഇപ്പം ഇനിഷ്യൽ സ്റ്റേജിലാണ്. അപ്പം ഇത് ആൾക്കാരിൽ എത്തിക്കണം എന്നും വളരെയധികം ആഗ്രഹമുണ്ട്. കാര്യം ഇറ്റ് വിൽ ഹെൽപ്പ് ദം, അതറിയാം. പക്ഷെ അതിനു മുന്നേ തന്നെ ഒന്നും കൂടി എത്രത്തോളം ഇത് എന്താ പറയാ ആൾക്കാർക്ക് യൂസ്ഫുൾ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതിന് മുന്നേ ഇത് ഇവർക്ക് കുറച്ച് ക്യാൻസർ പേഷ്യൻസിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ട് അവരത് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് അവരുടെ റിവ്യൂവും കൂടി എടുത്തിട്ട് എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരണമെന്ന് നോക്കിയിട്ട് പ്രൊസീഡ് ചെയ്യാന്നാണ് ഇപ്പം വിചാരിച്ചിരിക്കുന്നത്. തീർച്ചയായും അത് ഒരുപാട് ആളുകളിലേക്ക് എത്തേണ്ട ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. നേരത്തെ നന്ദ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള
പ്രൊഡക്ട്സിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് അത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഡിസൈനുള്ളതല്ല. മറ്റൊന്ന്, അതിന് വലിയ തുക മുടക്കേണ്ടി വരുന്നു. അപ്പോൾ നന്ദയുടെ പ്രൊഡക്ട്സ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന വിലയിൽ അത് എത്തുന്നു വിപണിയിലേക്ക് എന്നുള്ളതാണ് സന്തോഷം നൽകുന്ന കാര്യം. എന്തായാലും അത് എത്രയും പെട്ടെന്ന് വിപണിയിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. നന്ദ, ഇതിപ്പോൾ ഒരു തീസിസിന് വേണ്ടി ചെയ്തതാണ്, അതിനപ്പുറം അതിന് വലിയൊരു മാനുഷിക മൂല്യം നന്ദ നൽകുകയായിരുന്നു. ശരിക്കും ഈ തീസിസിന്റെ മാർക്കിനപ്പുറം നന്ദ ചെയ്ത ഈ പ്രൊഡക്റ്റ് അത് ക്യാൻസർ രോഗികൾ ധരിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ വാക്കുകൾ ഉണ്ടാകുമല്ലോ, അവർക്ക് അത്രത്തോളം സന്തോഷം നൽകിയ ഒരു വസ്ത്രമാണ്, കംഫർട്ട് നൽകിയ വസ്ത്രമാണ്. അതാണ് ശരിക്കും നന്ദയ്ക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരം അല്ലേ? അതെ, ഇവർക്ക് ടെസ്റ്റ് ചെയ്യാൻ പോയ സമയത്ത് തന്നെ അവരുടെ വാക്കുകൾ വളരെ എനിക്ക് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ട് തോന്നി. ബിക്കോസ് അവരെല്ലാരും അനുഗ്രഹിക്കട്ടെ, മോള് നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്, ദൈവം അനുഗ്രഹിക്കും, ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇത് എന്തായാലും കൊണ്ടുവരണം. ഇത് എനിക്കൊരു പ്രോഫിറ്റിനെക്കാട്ടിലും ആൾക്കാർക്ക് ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ആകണം എന്നുള്ളതാണ് മെയിൻ റീസൺ. അപ്പം അവരുടെ എല്ലാം ഡിഫിക്കൽട്ടീസ് ഞാൻ ഓവർകം ചെയ്യാനുള്ള കൺസിഡറേഷൻസ് ഒക്കെ മാക്സിമം ഞാൻ ഡ്രസ്സിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഈ ഡിസൈൻ എസ്തെറ്റിക്സ് ആണ്, അതല്ലാണ്ട് തന്നെ ഫങ്ഷണാലിറ്റി, ഇടുന്ന എളുപ്പത്തിനും പിന്നെ അല്ലാണ്ട് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് റിമൂവബിൾ പാഡിങ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ക്ലോത്തിങ്ങിൽ, പിന്നെ സൈഡിലൊക്കെ സിപ്സ് കൊടുത്തിട്ടുണ്ട്. കാര്യം അവർക്കൊരു ഡ്രെയിൻ ബാഗ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ബാഗ് ഉണ്ട് ആ സമയത്ത് അവർ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് യൂസ് ചെയ്യണം. അപ്പൊ അതൊക്കെ മാനേജ് ചെയ്യാൻ എളുപ്പത്തിൽ സൈഡിൽ സിപ്സ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് വരുന്ന ഒരു ഇഷ്യൂ ആണ് ലിംഫെഡിമ എന്ന് പറഞ്ഞിട്ട്, അതായത് അവരുടെ സർജറി കഴിയുമ്പം അവരുടെ ലിംഫ് നോട്ട്സ് ഒക്കെ റിമൂവ് ചെയ്യുന്ന കാരണം ഫ്ലൂയിഡ്സ് അക്യുമുലേറ്റ് ചെയ്തിട്ട് അവരുടെ ആംസ് ഒക്കെ സ്വോളൻ ആവും. അപ്പൊ അത് കാരണം അവരെപ്പോഴും പൊതുവെ ഇപ്പോൾ ഉള്ള ആൾക്കാർ ഭയങ്കര ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടും, അല്ലെങ്കിൽ കട്ട് ചെയ്ത ഡ്രസ്സ് ഇട്ടിട്ട് അവരുടെ ഷോള് വെച്ച് മറിച്ച് നടക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കൺസിഡർ ചെയ്യുന്നത് അഡ്ജസ്റ്റബിൾ സ്ലീവ് ഓപ്ഷൻ ആണ്. അതായത് അവർക്ക് ഈ സ്വെല്ലിംഗ് വരുന്ന സമയത്ത് സ്ലീവ്സ് അഡ്ജസ്റ്റ് ചെയ്ത് ലൂസ് ആക്കി ഇടാനും അതേപോലെ തന്നെ ഇല്ലാത്തപ്പോൾ ടൈറ്റ് ആക്കാനും പറ്റുന്ന രീതിയിലാണ്. അപ്പം എല്ലാം മാക്സിമം എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ അതിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് ഒരാളുടെ കംഫർട്ടിന് വേണ്ടിയിട്ട്. അച്ഛനും സിസ്റ്ററും ഒക്കെ എന്ത് പറഞ്ഞു നന്ദ ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, അത് സക്സസ് ആയപ്പോൾ? അവരും വളരെയധികം സന്തോഷമുണ്ട്. അവർക്ക് എല്ലാവർക്കും അതെ. ഇപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിന് തന്നെ ഈ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടും ഫോട്ടോഷൂട്ടിനൊക്കെ വിളിക്കുമ്പോൾ തന്നെ അവരൊക്കെ വളരെ ഹാപ്പിയാണ് ഇതിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതില്. പിന്നെ അവരോട് ഞാൻ പ്രത്യേകം താങ്ക്സ് പറയുന്നു. ഈ മോഡൽസ് ആയിട്ട് നിന്നവരും പിന്നെ ഫോട്ടോ എടുത്ത് തന്നവരും വീഡിയോ എടുത്തവരും എഡിറ്റ് ചെയ്ത് തന്നവരും എല്ലാവരോടും ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. കാര്യം അവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇത് പോസിബിൾ ആവില്ല. പിന്നെ എല്ലാവരും വളരെ ഹാപ്പിയാണ്. ബിക്കോസ് നല്ലൊരു സോഷ്യൽ കോസിന് വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഇത്രയും സന്തോഷവും ഉള്ളത്. അപ്പോൾ ഇപ്പോ തീസിസ് ഒക്കെ കഴിഞ്ഞു, ഇനിയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ലേ നന്ദ? കഴിഞ്ഞു. ഞാൻ ഓഗസ്റ്റ് 2024 ബാച്ച് പാസ് ഔട്ട് ആണ്. അപ്പോൾ ഇനി എന്താണ് പ്ലാൻസ്? എന്താണ്? ഇത് എന്തായാലും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ട് എന്തായാലും ഇത് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇനി ഹയർ സ്റ്റഡീസ് നോക്കുന്നുണ്ട്, PG ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇനിയും ഇതുപോലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ആശയങ്ങൾ ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ? ആസ് ഓഫ് നൗ ഇല്ല, ബട്ട് ഹോപ്പ്ഫുള്ളി ഫ്യൂച്ചറിൽ ഉണ്ടാവും. തീർച്ചയായും ഉണ്ടാവട്ടെ, അതിന് നന്ദയ്ക്ക് കഴിയട്ടെ. അപ്പം എല്ലാവിധ ആശംസകളും ഞങ്ങൾ ന്യൂസ് 8ന്റെ ഭാഗത്തു നിന്നുകൂടി നന്ദയ്ക്ക് നേരുകയാണ്. നന്ദ ആദ്യമേ ഇങ്ങനെ ന്യൂസ് 8ന് നന്ദി പറഞ്ഞിരുന്നു. പക്ഷേ യു ഡിസേർവ് ഇറ്റ് നന്ദ, അതാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് 8 പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുന്ന ഒരു നല്ല ഗിഫ്റ്റ് തന്നെയാണ് നന്ദ എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിൽ ഒരു പ്രൊഡക്റ്റ് ഒരുപാട് ആൾക്കാർ ഇതിനെ കുറിച്ച് ചിന്തിക്കും. അതാണ് അതിന്റെ ഒരു രീതി. അതെന്ന് വെച്ചാൽ ഒരു സ്റ്റാർട്ടാണ്, ഒരു സ്റ്റാർട്ടിംഗ് ആണ് നന്ദ ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്തായാലും. തീർച്ചയായും. അപ്പോ നമുക്ക് വീണ്ടും കാണാം. ഒരുപാട് നന്ദി ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഓൾ ദി ബെസ്റ്റ് നന്ദ. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ നന്ദ പവൻകുമാർ ആണ് നമുക്കൊപ്പം ചേർന്നത്. അപ്പൊ അതിഥി വിശേഷം കഴിഞ്ഞു. ഇനി നമുക്ക്